ഹലോ കൂട്ടുകാരെ, അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്വിസിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്? ആൻസർ, മക്കയിൽ. ആനക്കലഹം നടന്ന വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച, ക്രിസ്തുവർഷം 570 ഏപ്രിൽ 20. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് ആര്? ആൻസർ, അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ള. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആര്? ആൻസർ, വഹബിന്റെ മകൾ ആമിന ബീവി. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം. ആൻസർ, ബനു ഹാഷിം. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം. ആൻസർ, ഖുറൈശ്. 6. മാതാവ് മരണപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം. ആൻസർ, 6 വയസ്സ്. 7. പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം. ആൻസർ, 8 വയസ്സ്. 8. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനപ്പേര്. ആൻസർ, അൽ അമീൻ. 9. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച പരിശുദ്ധ ഗ്രന്ഥം. ആൻസർ, പരിശുദ്ധ ഖുർആൻ. 10. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ വിവാഹം. ആൻസർ, 25-ാം വയസ്സിൽ ഖദീജ റളിയല്ലാഹു അൻഹയെ. 11. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി ലഭിച്ചപ്പോൾ പ്രായം. ആൻസർ, 40 വയസ്സ്. 12. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ആരെല്ലാം? ആൻസർ, 12 ഭാര്യമാർ. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാതാക്കൾ. 1. ഖദീജ റളിയല്ലാഹു അൻഹ. 2. സൗദ റളിയല്ലാഹു അൻഹ. 3. ആയിഷ റളിയല്ലാഹു അൻഹ. 4. ഹഫ്സ റളിയല്ലാഹു അൻഹ. 5. സൈനബ് ബിൻത്ത് ഖുസൈമ റളിയല്ലാഹു അൻഹ. 6. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. 7. സഫിയ റളിയല്ലാഹു അൻഹ. 8. സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. 9. ജുവൈറിയ റളിയല്ലാഹു അൻഹ. 10. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. 11. മൈമൂന റളിയല്ലാഹു അൻഹ. 12. മാരിയത്തുൽ കിബ്തിയ റളിയല്ലാഹു അൻഹ. 13. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര മക്കൾ ഉണ്ട്? ആരെല്ലാം? ആൻസർ, 7 മക്കൾ. 3 ആൺമക്കൾ. 1. കാസിം റളിയല്ലാഹു അൻഹു. 2. അബ്ദുള്ള റളിയല്ലാഹു അൻഹു. 3. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. 4 പെൺമക്കൾ. 1. സൈനബ് റളിയല്ലാഹു അൻഹ. 2. റുഖിയ റളിയല്ലാഹു അൻഹ. 3. ഫാത്തിമ റളിയല്ലാഹു അൻഹ. 4. ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ. ഇവയിൽ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു മാരിയത്തുൽ കിബ്തിയ റളിയല്ലാഹു അൻഹയിൽ ജനിച്ച മകനാണ്. മറ്റു 6 മക്കൾ ഖദീജ റളിയല്ലാഹു അൻഹയിൽ ജനിച്ച മക്കളാണ്. 14. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്? ആൻസർ, മദീനയിൽ വെച്ച്. ഹിജ്റ വർഷം 11 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച, ജൂൺ 7. 15. വഫാത്താകുമ്പോൾ നബിയുടെ പ്രായം. ആൻസർ, 63 വയസ്സ്.
16 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണകാരണമായ പനി ആരംഭിച്ചത്? ആൻസർ ഹിജറ 11-ാം വർഷം സഫർ 26-ന് മൈമൂന ബീവിയുടെ വീട്ടിൽ വെച്ച്. 17 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് ആരുടെ വീട്ടിൽ വെച്ച്? ആൻസർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ. 18 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണകാരണം? ആൻസർ കഠിനമായ പനി, തലവേദന. 19 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനാസ കുളിപ്പിച്ചത് ആരെല്ലാം? ആൻസർ 6 പേരാണ് നബിയെ ജനാസ കുളിപ്പിച്ചത്. 1 അലി റളിയല്ലാഹു അൻഹു, 2 അബ്ബാസ് റളിയല്ലാഹു അൻഹു, 3 ഫളിൽ റളിയല്ലാഹു അൻഹു, 4 കുസമബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, 5 ഉസാമത്തുബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു, 6 ശുക്രാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമ. ഇവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ കുളിപ്പിച്ചത്. 20 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഒരുക്കിയത് ആര്? ആൻസർ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. 21 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ കുളിപ്പിച്ച ദിവസം? ആൻസർ റബീഉൽ അവ്വൽ 13 ചൊവ്വാഴ്ച. 22 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവ് ചെയ്ത ദിവസം? ആൻസർ റബീഉൽ അവ്വൽ 14 ബുധനാഴ്ച.